ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനി സൂര്യയോട് ചോദിച്ചല്ലോ, ഞാൻ മരിച്ചാൽ സൂര്യ സാർ എന്ത് ചെയ്തിരുന്നു എന്ന്. അങ്ങനെ ഇത് ചോദിക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമെങ്കിലും കൂടി നന്ദിനി വീണ്ടും ചോദിക്കുമ്പോൾ നന്ദിനിയുടെ വാ പൊത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നന്ദിനിയുടെ വാ പൊത്തുമ്പോൾ ഒരു നിമിഷത്തേക്ക് നന്ദിനിക്ക് തനിക്ക് എവിടേക്കോ ഒരു സ്പാർക്കിങ് സംഭവിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ നന്ദിനി കുറേ നേരം സൂര്യയെ നോക്കുന്നുണ്ട്. പക്ഷേ സൂര്യയാണെങ്കിൽ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നതാണ്. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെയായി. അങ്ങനെ തൻ്റെ അച്ഛൻ്റെ അരികിലോട്ട് പോയിട്ട് കാര്യങ്ങൾ പറയാണ്. അച്ഛാ, ഇനി നന്ദിനിയെ ഞാൻ കെട്ടിയിടുന്നത് ശരിയല്ല. എടാ, നീ ഒന്നും മിണ്ടാതിരുന്നടാ. ഇപ്പോൾ നിൻ്റെയും അവളുടെയും ജീവിതത്തിൽ ഒരു ഭദ്രത വരുമ്പോൾ നീ വെറുതെ ഓരോന്ന് പറയാതെ അല്ല ഡാഡി, ഇനി അവളെ കെട്ടിയിടുന്നത് ശരിയല്ല. പാവം ഈ വീട്ടിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന ആർക്ക് എന്ത് വേണ്ടി ചെയ്തു കൊടുത്താലും നന്ദിയുമില്ല, ഒന്നുമില്ല. അതവൾക്ക് കിട്ടാനും പോകത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ ഇനി ഈ വീട്ടിൽ കെട്ടിയിടുന്നത് ശരിയല്ല. ഞാനൊരു തീരുമാനമെടുത്തു. എന്താടാ നീ തീരുമാനം എടുത്തത്? നന്ദിനിയോട് പോവാൻ, ഈ വീട്ടിൽ നിന്ന് പോവാൻ ഞാൻ അവളോട് പറയുകയാണ്. അത് കേട്ടോടെ തന്നെ എടാ, എടുത്തു ചാടി ഓരോന്നും ചെയ്യണ്ട. അല്ല, ഞാനിപ്പോൾ പറയുകയാണ്, അവൾ ഇനി പോയിക്കോട്ടെ. അങ്ങനെയാണ് നിനക്ക് തോന്നുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നിനക്ക് ഇനി അവളെ വേണ്ടെങ്കിൽ ഇനി അവളോട് പോയിക്കാൻ പറഞ്ഞേക്ക് എന്നും ഇങ്ങനെ യതീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇവനത് പറയാൻ കഴിയില്ല എന്നൊരു തോന്നലാണ് കേട്ടോ. പിന്നീട് വേദക്കാണെങ്കിലോ മേല് മൊത്തത്തിൽ ചൊറിയുകയാണ്. വേദ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചൊറിയുന്ന സമയത്ത് നന്ദിനി ഒരു വിഷറിയുമായി വേദയുടെ അരികിലോട്ട് ചെല്ലണം കേട്ടോ. എന്നിട്ട് വേദയോട് പറയാണ്, ഞാൻ വീശിത്തരാം. എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അടുത്തോട്ട് നീ വരരുതെന്ന്. എന്തിനാ നീ എൻ്റെ അടുത്തോട്ട് വരുന്നത്? എൻ്റെ സിമ്പതി പിടിച്ച് പറ്റാനാണെങ്കിൽ അത് വേണ്ട. മരിച്ചാലും ശരി, നിൻ്റെ സഹായം ഞാൻ തേടില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനി പറയണം, അല്ല, ഞാൻ കാരണം വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ വീശിത്തരാം. അതൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്. മര്യാദക്ക് വിഷയം എവിടെ ഇട്ടിട്ട് മര്യാദക്ക് പോകുന്നുണ്ട് എൻ്റെ മുന്നിൽ. എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാനറിയാം എന്നും പറഞ്ഞ് നന്ദിനിയെ ആട്ടി ഇറക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ യതീന്ദ്രൻ കാണാൻ കടന്നു വരുന്ന. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ്, മോളെ എന്തായി എൻ്റെ കുഞ്ഞിന്? കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഒക്കെ ഭേദമായി. ഇനിയിപ്പോൾ നാളെ അവളെ കുളിപ്പിക്കാം എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന യതീന്ദ്രൻ, ആണോ? അതെ, നാളെ കുളിപ്പിക്കാം, ഇനി പേടിക്കേണ്ടതൊന്നുമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മോളെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് യതീന്ദ്രൻ വേദയുടെ അരികിൽ വന്നിരിക്കുകയാണ് കേട്ടോ. മോളെ എങ്ങനെയുണ്ട് ഇപ്പോൾ നിനക്ക്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡാഡി, പക്ഷെ ഭയങ്കര ചൂട്. അപ്പോൾ വേദ ഇങ്ങനെ വീശിയും കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. മോളങ്ങ് തന്നെ, ഈ അച്ഛൻ ഇത് വീശിത്തരാം എന്നും പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള ആ വിഷറി വാങ്ങിയിട്ട് യതീന്ദ്രൻ ഇങ്ങനെ വീശിക്കൊടുക്കണം കേട്ടോ. എന്നാൽ ഈ സമയം തൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ചിരിക്കുകയാണ് എന്ന് ഇവിടെ നന്ദിനി മനസ്സിലാക്കണം കേട്ടോ. ഇതേ സമയം വേദ ചോദിക്കുകയാണ്, അല്ല ഡാഡി, എനിക്ക് ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം മമ്മിയെയോ ചേച്ചിയെയോ ഒന്നും ഞാൻ ഈ വഴിക്ക് കണ്ടില്ലല്ലോ. അവരെവിടെ പോയി? അവരൊക്കെ അവിടെ ഉണ്ട്. അവരെന്താ ഇങ്ങോട്ടേക്ക് വരാത്തത്? ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഡാഡി, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്? അതല്ല, അവർ ബിസിനസ്സും കാര്യങ്ങളുമായി നടക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ടേക്ക്. എന്നാലും ചേച്ചിയോ? അത് ചോദിച്ചോണ്ട് തന്നെ മോളിപ്പോൾ മോളുടെ അസുഖം മാറുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങോട്ട് ധൃതി പിടിച്ച് ഓരോന്ന് അന്വേഷിക്കാനോ പിടിക്കാനോ നിൽക്കണ്ട. നാളെ നിൻ്റെ ചേച്ചി എല്ലാവരെയും നിനക്ക് കാണാമല്ലോ എന്നും പറഞ്ഞ് വേദയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ നന്ദിനി റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പം നന്ദിനിയോട് സൂര്യ പറയാണ്, അല്ല, നീ എവിടെ പോയി വരിക? അവളെ, എൻ്റെ കുഞ്ഞു പെങ്ങളെ നീ നോക്കാം. എന്തിനു സാറേ എപ്പോഴും ഇങ്ങനെ അത് പറഞ്ഞ് കളിയാക്കുന്നത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? എന്നിട്ടിപ്പോൾ അവളുടെ വായിൽ നിന്ന് കറക്റ്റ് കിട്ടിയില്ലേ? അവൾക്ക് ജീവൻ വെച്ചാൽ അവൾ പത്മാ മേഡത്തിൻ്റെ മകളാണ്. ആ ഒരു സ്വഭാവ ഗുണം കാണിക്കും. അത് പിന്നെ എന്നിൽ നിന്നും നീ ഈ തോന്നൽ നിർത്ത്. എന്നിൽ നിന്നും വന്ന അസുഖം, ഇതൊക്കെ അവരുടെ ശിക്ഷയാണ്. പണ്ടൊക്കെ ആരൊക്കെ പറഞ്ഞത് കൊടുത്തുണ്ടല്ലോ, ഇപ്പോൾ പതിയെ പതിയെ ഒന്നല്ല അപ്പോഴക്കപ്പത്തന്നെ കിട്ടുമെന്ന്. അതാണ് കിട്ടിയിരിക്കുന്നത്. നീ വിളിക്കുന്ന താനൂരമ്മയുടെ ശക്തിയാണ് എന്നൊക്കെ സൂര്യ പറയണം കേട്ടോ. അങ്ങനെ സൂര്യ പറയണം, എനിക്കറിയാടെ നന്ദിനി, നീ ഒരുപാട് വേദനയും യാതനയും ഒക്കെ എൻ്റെ വീട്ടിൽ കിടന്ന് സഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് നിനക്ക് ഒരുപാട് വേദനകൾ ഈ വീട്ടിലുണ്ടായിട്ടുണ്ടെന്ന് അതെനിക്കറിയാം. ഞാൻ എൻ്റെ മമ്മിയോട് വാശി തീർക്കാൻ വേണ്ടിയാണ് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷെ നീ എന്നെ വല്ലാതെ അങ്ങ് ചെറുതാക്കി കളഞ്ഞോടോ, നീ എന്നെ വല്ലാതെ അങ്ങ് തോൽപ്പിച്ച് കളഞ്ഞോടോ. നിൻ്റെ മുന്നിൽ മാത്രമേ സൂര്യ തോറ്റിട്ടുള്ളൂ. എന്നും എപ്പോഴും നിൻ്റെ ഈ സ്വഭാവ ഗുണം ആലോചിക്കുമ്പോൾ എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു വിഷമം. എൻ്റെ വീട്ടിൽ കിടന്ന് നീ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്യണ്ടേ? അത് കേട്ടോടെ തന്നെ നന്ദിനി ചോദിക്കുക, സൂര്യ സാർ എന്താ പറഞ്ഞു വരുന്നത്? അതെ, ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞു ഒരു ഷെൽഫ് തുറന്ന് കുറേ പണം എടുക്കുന്നു സൂര്യ. അങ്ങനെ നന്ദിനി ഇങ്ങനെ നോക്കി നിൽക്കണേ, ഈ സാർ എന്തായി കാണിക്കുന്നേ എന്ന മാതിരി നോക്കി നിൽക്കുമ്പോൾ സൂര്യ കുറേ പണം എടുത്ത് ബെഡിലോട്ട് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, നന്ദിനി, നീ എൻ്റെ വീട്ടിൽ നിനക്ക് യാതൊരു വിലയും ഒരു കാലം കിട്ടത്തില്ല. ഞാൻ എത്ര നിന്നെ സ്നേഹിച്ചാലും പിന്നെ നീ നിൻ്റെ സ്വഭാവം
മാറ്റാത്തോളം ഈ വീട്ടിൽ ഒരുപാട് വേദനയും യാതനയും നീ സഹിക്കേണ്ടി വരും. അതെനിക്ക് വേണ്ടിയല്ലേ നീ സഹിക്കുന്നത്. അതുകൊണ്ട് നീ എപ്പോഴും അന്ന് ഞാൻ നിന്നെ അടിച്ചില്ലേ, നിന്റെ കരണം നോക്കി ഒന്ന് തന്നില്ലേ, കാര്യമെന്തെന്ന് പറയാതെ പോലെ നിന്നെ അടിച്ചപ്പോൾ നീ ടെറസിന് മുകളിൽ നിന്ന് നീ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണേ, എന്നെ വിടുത്തരുതേ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിക്കോട്ടെ എന്നൊക്കെയുള്ള ആ ചോദ്യം അതെൻ്റെ മനസ്സിൽ പച്ച കുത്തിയതുപോലെ കുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഈ വീട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇനി ഞാൻ എന്തായാലും ഇനി ഞാൻ നിന്നെ അങ്ങനെ മനസ്സുകൊണ്ടും നിന്നെ ഞാൻ പീഡിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ എൻ്റെ വീട്ടിൽ ഇനി നിൽക്കണ്ട നന്ദിനി, നിനക്ക് പോവാട്ടോ, നീ നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോളൂ. നിനക്കുള്ള പണമാണ് ഈ വെച്ചിട്ടുള്ളത്, എപ്പോഴാണെങ്കിലും എന്ത് സഹായത്തിന് നിനക്ക് എന്നെ വിളിക്കാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ ഒരിക്കലും ഈ വീട്ടിൽ നിന്നും ഇനി ഒരിക്കലും ഈ വീട്ടിലോട്ട് നിന്നോട് ഞാൻ തിരിച്ചു വരാൻ പറയത്തില്ല. അതുകൊണ്ട് തന്നെ നീ പോയിക്കോ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനി ഒരു നിമിഷത്തേക്ക് പതറിപ്പോവാണ്. എന്നിട്ട് സൂര്യ പറയുന്നുണ്ട്, ഈ നിമിഷം നീ ഇറങ്ങരുത് കേട്ടോ, നീ ഇറങ്ങുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നീ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ പോയതിന് ശേഷം ഞാൻ വരുമ്പോഴേക്കും നീ ഇറങ്ങണമെന്ന് പറയട്ടോ. ഇത് നന്ദിനി അങ്ങ് തകർത്തിരിക്കുകയാണ്. നന്ദിനി ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടൽ തുടങ്ങിയിരുന്നു. സൂര്യയുടെ മനസ്സിലൊരു ഇടമുണ്ട്, താൻ സൂര്യയെ സ്നേഹിക്കുന്നുണ്ട് എന്ന ആ ഒരു ലെവലിൽ നന്ദിനി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് സൂര്യ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് വിവേകിനോട് ചെന്ന് കാര്യങ്ങൾ പറയണം. അപ്പോൾ വിവേകാണെങ്കിലോ, സൂര്യ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, നമുക്കൊരു മദ്യം പോയി കഴിച്ചാൽ. ഇല്ലടാ, മദ്യമൊന്നും എനിക്ക് വേണ്ട. ഇത് എൻ്റെ സൂര്യ തന്നെയാണോ പറയുന്നത്? അതെ, മദ്യമൊന്നും വേണ്ട, മദ്യത്തിന് ഒരു പരിഹാരമല്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് വേണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഈ സമയം എന്താടാ ഇപ്പം നിൻ്റെ പ്രശ്നം? അതെ, നന്ദിനി എന്ന് പറയുന്ന പെണ്ണ് എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ആ വീട്ടിൽ കിടന്ന് സഹിക്കുന്നുണ്ട്. അത് പിന്നെ ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതെ, ഇനി അവളെ ഞാൻ അവിടെ കെട്ടിയിടുന്നില്ലടോ, അതുകൊണ്ട് തന്നെ ഞാൻ അവളെ പറഞ്ഞു വിടുകയാണ്. അത് കേൾക്കുന്ന വിവേക്, താൻ എന്താടോ ഈ പറഞ്ഞു വരുന്നത്? താനും അവളുമായി കൂടുതൽ അടുക്കുമ്പോൾ താൻ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ കാണിക്കുകയാണോ? അത് കേട്ട ഉടനെ, പൊട്ടത്തരമല്ല, അവളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. എൻ്റെ വീട്ടിൽ കിടന്ന് അവൾ ഒരുപാട് പീഡനം അനുഭവിക്കുന്നതിനേക്കാൾ നല്ല അവൾ പോവുകയല്ലേ. എന്തിനാ പാവത്തിനെ ഞാനിട്ട് ഇങ്ങനെ പറക്കുന്ന കിളിയെ പിടിച്ച് കെട്ടിയിട്ടല്ല എന്താ അവസ്ഥ? അതുപോലെയുള്ള ജീവിതമാണോ അവളുടേത്? അത് കേൾക്കുന്ന സൂര്യ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ നന്ദിനിയെ നിനക്ക് പറഞ്ഞു വിടുന്നതിൽ സങ്കടമില്ലേ? അവളെ കാണാതിരിക്കാൻ നിനക്കൊരു നിമിഷം കഴിയില്ലേ? സത്യത്തിൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല. അവളെ പറഞ്ഞു വിടുന്നത് എനിക്ക് നന്നായി സങ്കടമുണ്ട്. പക്ഷേ അവളെ കാണാതെ ഇരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ മനസ്സിന് വല്ലാത്തൊരു പരവേശം. അതുകൊണ്ടാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ തിരികെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നീ അവിടെ ഉണ്ടാവരുതെന്ന്, നീ പോയിക്കോ, നീ നിൻ്റെ സ്വാതന്ത്ര്യം എടുത്തോ എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന വിവേക് പറയണ, നീ തിരികെ ചെല്ലുമ്പോൾ അവൾ ആ വീട്ടിലില്ലെങ്കിൽ നിൻ്റെ മനസ്സിന് അത്രയും ടെൻഷൻ തോന്നില്ലേ? അത് നീ ആലോചിച്ച് നോക്ക്. നിൻ്റെ ഉള്ളിൽ അവളോട് എന്താണെന്ന് ഞാൻ പറയണോ? നീ തന്നെ ആലോചിച്ച് നോക്ക്. എൻ്റെ ഉള്ളിൽ എന്ത്? എൻ്റെ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നിനക്ക് നന്ദിനിയെ കാണാതിരിക്കുന്നതിൽ വിഷമമില്ലേ? അത് കേട്ട ഉടനെ തന്നെ, വിഷമമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തോ അവൾ പോവാന്ന് പറയുമ്പോൾ, അവളെ പറഞ്ഞു വിടുമ്പോൾ ആരൊക്കെയോ എവിടേക്കോ ഇരുന്ന് പറയുന്നു, നന്ദിനിയെ പറഞ്ഞു വിടല്ലേ എന്ന്. എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ എൻ്റെ വീട്ടുകാരെ പാവം ആ പെണ്ണിനായിട്ട് ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട്. എൻ്റെ അമ്മയും പെങ്ങന്മാരും. ഇനി വയ്യ, ഇനി എപ്പോഴും ഞാൻ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായെന്ന് കരുതില്ലല്ലോ. ഒന്നെങ്കിൽ അവൾ പൊരുതാൻ പഠിക്കണം, അതല്ലെങ്കിൽ അവൾ പോയിക്കോട്ടെ എന്ന തീരുമാനം സൂര്യ പറയുമ്പോൾ സൂര്യയ്ക്ക് എവിടെയൊക്കെയോ ആരോടൊക്കെയോ വിളിച്ച് പറയണമെന്നുണ്ട് തൻ്റെ ഉള്ളിൽ അവളോടുള്ള കടുത്ത പ്രണയമാണെന്ന്. അങ്ങനെ ഒരു സീനാണ് കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനിയാണെങ്കിലോ കഴിഞ്ഞ നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷത്തെക്കുറിച്ചും അതുപോലെ തന്നെ ബാക്കിയുള്ളതിനൊക്കെ കുറിച്ച് നന്ദിനി ആലോചിച്ച് നന്ദിനിയുടെ മനസ്സൊക്കെ ആകെ ഒരുതരം മരവിച്ചതുപോലെ കേട്ടോ. തനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല. അങ്ങനെ സൂര്യയുടെ പണം എല്ലാം കയ്യിലെടുക്കുമ്പോൾ കൈക്കൊരു പൊള്ളലേറ്റതുപോലെ ആ പണം അവിടെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നീട് നന്ദിനി ഒരു പേനയും പേപ്പറും എടുക്കുന്നുണ്ട്. ഇനിയാണ് ടെസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ.